ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പതിവ് പോലെ തന്നെ നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും അടുക്കളയിലത്തെ വിശേഷങ്ങളും പിന്നെ കുറച്ച് എൻ്റെ കത്തിയടിയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ കുറച്ച് സംസാരിക്കുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മുഴുവനായിട്ടും കണ്ടെന്നെ സപ്പോർട്ട് ചെയ്യുക. താല്പര്യം ഇല്ലാത്തവരാണെന്ന് വെച്ചെങ്കിൽ പ്ലീസ് 2 മിനിറ്റെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പോവുക കേട്ടോ. ഇല്ലാന്ന് വെച്ചെങ്കിൽ നമ്മുടെ വീഡിയോ കുത്തനെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചായക്ക് ഉണ്ടാക്കിയതിൽ ഗോതമ്പ് ദോശയും ചമ്മന്തിയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ചേട്ടൻ ഉലുവയുടെ ഇല കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പരിപ്പൊക്കെ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പപ്പടം കാച്ചി അതിൽ ബാക്കി വെളിച്ചെണ്ണയിലാണ് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പരിപ്പൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉലുവയുടെ ഇല നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ തണ്ട് ഒക്കെ കളഞ്ഞെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, അത് കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും തണ്ടൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഉലുവയുടെ ഇല മാത്രമായിട്ട് നല്ലപോലെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ നമ്മൾ പരിപ്പും ചീരയും അല്ലെങ്കിൽ പരിപ്പും മുരിങ്ങയുടെ ഇലയൊക്കെ വെക്കണ പോലെ നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചതച്ചിട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഉലുവയുടെ ഇല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുത്ത് ചെറുതായി ഒന്ന് വാടിയാൽ മതി. ഇല്ലയെന്ന് വെച്ചെങ്കിൽ കയ്പ്പ് ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് വാടി വന്നപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഇന്നൊരു അവിയൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഇനി കറണ്ട് പോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാടല്ലേന്ന് വിചാരിച്ചിട്ട് ഞാനിത് അതിലേക്ക് വേണ്ടിയുള്ള തേങ്ങയൊക്കെ ചിരകി എടുത്ത് അതിലേക്ക് ഉള്ളിയും പിന്നെ അതുപോലെ ഇതിലാണ്ട് ഞാൻ പച്ചമുളക് അരക്കണയിലാണ് ഇടാറുള്ളത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് പച്ചമുളകൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ അരച്ച് വെക്കുകയാണ് കേട്ടോ. അരച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചതച്ചെടുക്കുക അവിയലിലേക്ക് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഉള്ളി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ തണവൊക്കെ കയറി ഒന്ന് എന്താ പറയുക ചെയ്യണ പോലെ ആയപ്പോൾ ഞാൻ നല്ല അടുപ്പത്ത് നല്ല ചൂടുണ്ട്. ആ അടുപ്പിൻ്റെ തറയുടെ മുകളിൽ ഒന്ന് പരത്തിയിട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെ അവിയൽ വെക്കാനുള്ള കഷ്ണങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി നമുക്ക് തയ്യാത്ത പച്ചക്കറികൾ നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തു. ഇത് നമ്മുടെ വീട്ടിലെ കുമ്പളങ്ങയൊക്കെ സമൃദ്ധി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കുമ്പളങ്ങ മുറിച്ച് അതും ഒരു കഷ്ണം ചേർത്തിട്ടാണ് നമ്മൾ അവിയൽ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ സാമ്പാർ വീട്ടിൽ ഉണ്ടായിരുന്ന കഷ്ണങ്ങളാണ്, കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ബാക്കി നമ്മുടെ കത്തിയടിയിലേക്ക് പോകാം. അപ്പോൾ ഇന്നൊരു തട്ടിക്കൂട്ട് അവിയലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ അവിയൽ വയ്ക്കുമ്പോൾ ഇടുന്ന യാതൊരു കഷ്ണങ്ങളും ഇല്ല. അപ്പോൾ ചേട്ടൻ നല്ല വാടകയ്ക്ക് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടു വേണ്ട 50 രൂപയുടെ സാമ്പാർ കിറ്റ്. അപ്പോൾ ഇതിലാണെങ്കിൽ കാര്യമായിട്ടുള്ള കഷ്ണങ്ങളൊന്നുമില്ല. മത്തങ്ങയും പിന്നെ ചിരവക്കായൊക്കെ ഉണ്ടല്ലോ, അതും പടവലങ്ങയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ അവിയൽ വെക്കാമെന്ന് വെച്ചിട്ട് എടുത്തപ്പോൾ നമ്മൾ അവിയലിന് സാധാരണ കായും ചേനയും ഒക്കെ അല്ലേ കൂടുതൽ ഇടുക. എനിക്ക് അതാണ് ഇഷ്ടം കൂടുതൽ. അപ്പോൾ ആ ഒരു കഷ്ണങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ചീഞ്ഞ് തുടങ്ങിയത് ഇനി എടുത്ത് വെച്ചാലും അത് പിന്നെ കളയേണ്ടി വരും. അപ്പോൾ വിചാരിച്ചു തൽക്കാലം തൈര് ഉരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും നാശമാകുമ്പോഴേക്കും വെറുതെ ഒരു അവിയൽ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ കാര്യമായിട്ട് മത്തങ്ങയൊക്കെ തന്നെയാണല്ലോ കേട്ടോ. മത്തങ്ങയൊക്കെ ചെയ്യ് പോവാറായി. അത് മുഴുവനും നല്ല കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ ഏതായാലും അവിയൽ ഉണ്ടാക്കട്ടെ. അധികമൊന്നും ഉണ്ടാവില്ല. മറ്റേതാ ഞങ്ങൾ അവിയലൊക്കെ വയ്ക്കുമ്പോൾ അത്യാവശ്യം ഉണ്ടാവും. അവിയൽ വെച്ച് കഴിഞ്ഞാൽ അതന്നെ വെറുതെ എടുത്ത് തിന്നണവരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് അങ്ങനെ ഉണ്ടാവും തോന്നുന്നില്ല. കഷ്ണമൊക്കെ ഭയങ്കര കുറവാണ്. നമ്മൾ വേഗം. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അത് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരോടാണ് കേട്ടോ പറയാനുള്ളത്. നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ വീഡിയോ ഒക്കെ നല്ല വ്യൂസ് ഉണ്ടെങ്കിലും ചില സമയത്ത് വ്യൂസ് കുറവാണ്, ചില സമയത്ത് നല്ല വ്യൂസ് ഉണ്ടാവും. പക്ഷേ കമൻറ്റുകളൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്കിത് അറിയണില്ല, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലയോ ഒന്നും അറിയാനില്ല. അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നവരും ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ എപ്പോഴാണ് വീഡിയോ ഇട്ടാലാണ് നിങ്ങൾക്കത് കാണാനായിട്ട് സൗകര്യം, ഏകദേശം നിങ്ങളുടെയൊക്കെ ഒരു പണിയൊക്കെ കഴിഞ്ഞ് കാണാനിരിക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ, അതൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇനി മുതൽ ആ ഒരു സമയത്ത് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ കുറേ സമയം ഇങ്ങനെ മാറ്റി ഇട്ട് നോക്കി എപ്പോഴാണെന്നുള്ളത്. വലിയ ഇതൊന്നും കാണാനില്ല. നമ്മൾ ഒരു വീഡിയോ ഇടുമ്പോൾ അതിന് പെട്ടെന്ന് തന്നെ വ്യൂസ് വരികയും അതുപോലെ തന്നെ ലൈക്കും കമൻറ്റൊക്കെ ഉണ്ടാകുമ്പോഴാണ് അത് കൂടുതൽ പേരിലേക്ക് പോവുള്ളൂ.
അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വേണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഡിസ്ലൈക്ക് ആണെന്ന് വെച്ചെങ്കിൽ അതായാലും കുഴപ്പമില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ചെയ്യുക. ഇതപ്പോൾ ആരാണ് കാണുന്നത് ഒന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ കൂടുതലും അപ്പോൾ ഞാൻ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ഞാൻ മോട്ടർ നിറഞ്ഞപ്പോൾ ഓഫാക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കൂടുതലും കാണുന്നത് എന്നെ അറിയുന്നവരാണെന്നാണ് എനിക്ക് തോന്നണത്, അറിയില്ല. അപ്പോൾ നിങ്ങൾ കാണുന്നവർ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഹായ്ന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനൊന്ന് ശ്രമിക്കുക. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു പിടി കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവരാണോ എന്നൊക്കെ എനിക്ക് അറിയാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇഷ്ടമായിച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് വെച്ചെങ്കിൽ കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെയാണ് കേട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. എന്നാലാണ് നമ്മളുടെ വീഡിയോ കുറച്ചും കൂടിയൊക്കെ മുന്നോട്ട് പോവുള്ളൂ. പിന്നെ എന്തെങ്കിലും കമൻറ്റ് ഇട്ടാലാണ് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറയണ പോലെ നമുക്കൊരു എന്താ പറയുക, വീഡിയോ ഇടാനൊക്കെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ സമയം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഇത് ആരായാലും കുഴപ്പമില്ല. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് എന്താ പറയുക യൂട്യൂബ് വീഡിയോ ഒക്കെ കാണാൻ ഇരിക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ എപ്പോഴാണ് ഇടേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സമയത്തിൻ്റെ ഒരു കമൻറ്റൊക്കെ ഇടുക. അപ്പോൾ കൂടുതൽ ആരെങ്കിലും കമൻറ്റ് ചെയ്യുമെന്ന് അറിയില്ല, നോക്കട്ടെ. പിന്നെ ഒരു Q&A വീഡിയോ ചെയ്യണം എന്നൊക്കെ ഭയങ്കരമായിട്ടൊരു ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ വീഡിയോയിൽ കമൻ്റ് അടക്കം വരാറില്ല. അപ്പോൾ പിന്നെ അത് എന്തെങ്കിലും ആൾക്കാർ ചോദിക്കുമോ എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒരു ദിവസം ഇടാം. ഇങ്ങനെ എന്തെങ്കിലും അറിയാനോ പറയാനോ താല്പര്യമുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ഇടാം. താല്പര്യമുള്ളവർ അതിൽ വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ 10 ആൾക്കാരെങ്കിലും ഉണ്ട് വെച്ചെങ്കിൽ നമ്മളതൊരു വീഡിയോ ആക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതലും ഓപ്പണായിട്ട് ഞാൻ ഇപ്പോൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ ആൾക്കാർക്കും അങ്ങനെ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ പറയുന്നതാണല്ലോ ഇഷ്ടം. എനിക്ക് പൊതുവേ കുറച്ച് ചമ്മലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ മാറി വരികയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയുണ്ട് ഏതാണെന്നൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ വലിയ ചാനലുകൾക്കൊന്നും അത് പറയേണ്ട കാര്യമൊന്നുമില്ല. അവരുടെയൊക്കെ നല്ലപോലെ നല്ല വ്യൂസുള്ള ചാനലൊക്കെയാണ്. അപ്പോൾ അവർ ആൾക്കാർ തന്നെത്താൻ സബ്സ്ക്രൈബ് ചെയ്യും. നമ്മളുടെ ചാനൽ കുഞ്ഞു ചാനലല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞാലാണ് എല്ലാവരും അത് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണം നമ്മളുടെ വീഡിയോയിലൊക്കെ. അപ്പോൾ നമ്മുടെ ചാനൽ ഇത് 5000 ആവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് കാണുന്നവരെയൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെച്ചെങ്കിൽ ഒന്ന് പെട്ടെന്നൊന്ന് ഒത്തുപിടിക്കുകയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ 5K അടിക്കാം. അപ്പോൾ അതെങ്കിലും ഒരു സന്തോഷം, 5K ആയില്ലോ എന്ന് പറയാമല്ലോ. അപ്പോൾ പറഞ്ഞതൊന്നും മറക്കണ്ട, എല്ലാം പറഞ്ഞ പോലെ ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ അവിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് അവിയലുണ്ടാക്കുന്ന വീഡിയോക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാനിത് ഒരു കഴുകിയിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് വേവിക്കുക. അപ്പോൾ അത് നന്നായി വെന്ത് വന്നാൽ കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ പുളിക്ക് ആവശ്യമുള്ള തൈര് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി അവിയലായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബാക്കി പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാണ് കേട്ടോ. ശ്രീനോട് പഠിക്കാൻ പറഞ്ഞപ്പോഴേ അവന് തലവേദന, തലകറക്കം, ഛർദ്ദിക്കാൻ പറ്റില്ല, നടക്കണ് വിശക്കണ് പറഞ്ഞിട്ട്. അപ്പോൾ അവിയലായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് വേപ്പിൻ്റെ ഇല പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മളങ്ങനെ പൊട്ടിച്ച് കൊണ്ടുവയ്ക്കൊന്നുമില്ല, നമ്മൾ ഫ്രഷായിട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെയാണെങ്കിൽ പച്ചമുളകും വേപ്പിൻ്റെ ഇലയൊക്കെ സമൃദ്ധിയുണ്ട്, നമ്മൾ പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ അവിയലിൻ്റെ അവസാനമാണ് ഞങ്ങൾ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ഒന്ന് വേപ്പിൻ്റെ ഇല കുറച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞെങ്കിൽ നമ്മൾ അവിയൽ ഇറക്കി വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിയലും പരിപ്പ് കറിയും ഒക്കെ കൂടിയിട്ട് നമ്മൾ ഫുഡ് അടിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് ബെൽ ബട്ടനും കൂടി പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യുക കേട്ടോ.